നവകേരള സദസ്സിന്റെ അവസാന ലാപ്പും സംഘർഷഭരിതം. പലയിടത്തും പ്രതിഷേധം കയ്യാങ്കളിയിലേക്കു നീങ്ങി. പുത്തൻകുരിശിൽ ഡിവൈഎഫ്ഐ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റുമുട്ടി. മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ച 30ഓളം പേരെ കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ നടന്ന പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ ഉപരോധത്തിൽ പോലീസ് കലാപത്തിന് കേസെടുത്തിട്ടുണ്ട്. പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി ഇന്നും രംഗത്ത്. നവകേരള സദസ്സ് എന്തിന് ബഹിഷ്കരിച്ചുവെന്ന് UDF-ന് അറിയില്ല എന്നും പിണറായി വിജയൻ. ഈ പരിപാടിയുമായി സഹകരിക്കുന്നില്ല എന്ന് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷം പ്രഖ്യാപിക്കുന്ന നിലയുണ്ടായി. ഈ പരിപാടിയിൽ പ്രതിപക്ഷത്തിന് വിയോജിപ്പുള്ള ഏത് ഭാഗമാണുള്ളത് എന്ന് ഇന്നേ വരെ പ്രതിപക്ഷത്തിന് ബഹുജനങ്ങളുടെ മുന്നിൽ പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഞങ്ങൾ കണ്ടത് തുടക്കം മുതൽ എല്ലായിടങ്ങളിലും ഈ ബഹിഷ്കരിച്ചവരുടെ വിവിധ തലങ്ങളിലുള്ള നേതാക്കൾ നവകേരള സദസ്സുമായി സഹകരിക്കുന്നതാണ്. ഈ പരിപാടിയുമായി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ബിനിൽ ചേരുകയാണ്. ബിനിൽ, അന്ത്യകൂദാശ നൽകും നവകേരള സദസ്സിന് കൊച്ചിയിൽ എന്നുള്ളതായിരുന്നു DCC പ്രസിഡന്റിന്റെ കുറച്ചു കടന്ന പ്രഖ്യാപനം. ഇരു വിഭാഗങ്ങളും മുഖാമുഖം നിന്ന് മിനിറ്റുകളോളം മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസിനൊരു കഠിന പ്രയത്നം തന്നെ നടത്തേണ്ടി വന്നു, അല്ലേ? മാധു, തീർച്ചയായും പോലീസിന്റെ ഒരു വലിയ പരിശ്രമവും അതോടൊപ്പം തന്നെ ബലപ്രയോഗവും തന്നെയാണ് വലിയ സംഘർഷം ഒഴിവാക്കിയത്. കാരണം മുഖ്യമന്ത്രി അവസാനത്തെ നവകേരള സദസ്സ്, അതായത് കുന്നത്ത് നാട്ടിലെ നവകേരള സദസ്സിനായി കോലഞ്ചേരിയിലേക്ക് എത്തുന്ന വഴിയിലാണ് പുത്തൻകുരിശിൽ വെച്ച് പെട്ടെന്ന് ഒരു 10-20ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് പ്രതിഷേധവുമായി എത്തിയത്. പുത്തൻകുരിശിലെ ജംഗ്ഷനിലേക്കുള്ള വളവിൽ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം എത്തിയ ഘട്ടത്തിലാണ് അവർ പ്രതിഷേധവുമായി റോഡിന് മുന്നിലേക്ക് കടന്നു വന്നത്. അവരുടെ കയ്യിൽ വലിയ കൊടികളും വടികളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അവർ ഒരു തിരിച്ചടി ഉണ്ടായാൽ അതിനെ നേരിടുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒരുങ്ങിയെത്തിയത്. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് പിന്നാലെ DYFI പ്രവർത്തകരും ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചതുപോലെ ജീവൻ രക്ഷാ പ്രവർത്തകരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഈ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് പിന്നാലെ വരികയായിരുന്നു. പെട്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ കടന്നു വന്ന നവകേരള സദസ്സ് മന്ത്രിസഭ സഞ്ചരിക്കുന്ന ബസ്സിന് നേരെ കരിങ്കൊടി വീശിക്കൊണ്ട് ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡിന് മുന്നിലേക്ക് എത്തിയത്. അപ്പോൾ ആ വാഹന വ്യൂഹത്തിന് പിന്നാലെ എത്തിയ DYFI പ്രവർത്തകരും പാഞ്ഞെടുത്തു. അങ്ങനെ വലിയൊരു വെല്ലുവിളിയും കയ്യാങ്കളിയിലേക്കും തന്നെ കാര്യങ്ങൾ എത്തുന്ന നിലയിലേക്ക് വന്നു. കൂടുതൽ പോലീസ് സ്ഥലത്തുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് പിന്നാലെ 2 ബസ്സിൽ നിറയെ പോലീസുകാരുണ്ടായിരുന്നു. ആ പോലീസുകാരെല്ലാം അപ്പം തന്നെ അവിടെ താഴെ ഇറങ്ങി വന്നതുകൊണ്ട് തന്നെയാണ് വലിയൊരു സംഘർഷം ആ മേഖലയിൽ ഒഴിവായി മാറിയത്. പക്ഷേ ഒരു 10 മിനിറ്റോളം വലിയ മുദ്രാവാക്യം വിളികളും പരസ്പരമുള്ള ആക്രോശങ്ങളും ഒക്കെ തന്നെയാണ് അവിടെ ഉണ്ടായത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ DYFI പ്രവർത്തകർ പാഞ്ഞെടുത്തു. അവരെ നേരിടാനായി കയ്യിൽ കരുതിയിരുന്ന വടികളും കല്ലുമൊക്കെയായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും എത്തി. അങ്ങനെ പോലീസ് ഇരു വിഭാഗങ്ങൾക്കും ഇടയിൽ നിന്നുകൊണ്ട് വലിയ ബലപ്രയോഗം നടത്തിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഏതാണ്ട് 20ഓളം പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരടക്കം കരിങ്കൊടി വീശിയിരുന്നു. പക്ഷേ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തില്ല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് മാറ്റിക്കൊണ്ടാണ് പ്രതിഷേധം ഒരു സംഘർഷം അവിടെ അവസാനിപ്പിച്ചത്. പിന്നീട് മുഖ്യമന്ത്രിക്ക് പിന്നാലെ വന്ന DYFI പ്രവർത്തകർ അവരവരുടെ വാഹനങ്ങളിൽ തന്നെ ഈ കോലഞ്ചേരിയിൽ നവകേരള സദസ്സ് നടക്കുന്ന ഭാഗത്തേക്ക് പോവുകയും ചെയ്തു. അങ്ങനെയാണ് അവിടെ ഒരു സംഘർഷം ഒഴിവായത്. പക്ഷേ ഒരു 10 മിനിറ്റോളം പരസ്പരമുള്ള മുദ്രാവാക്യങ്ങളും വെല്ലുവിളികളും കല്ലും വടികളുമൊക്കെയായി നേരിടാൻ ഒരുങ്ങി നിന്ന ഇരു കൂട്ടരെയുമാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്.